ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ബോട്ടം പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനത് കട്ട് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് അർജൻറ്റ് വർക്കുകളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്ട്രെയിറ്റ് ബോട്ടം പാൻറ്റ് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്ട്രെയിറ്റ് ബോട്ടം പാനാണിത്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പീസും ഫ്രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഇത് നല്ല വശം, ഇത് നല്ല വശം, നല്ല വശങ്ങൾ തമ്മിൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഇടണം. എന്നിട്ട് നമ്മുടെ ഈ ക്രോച്ച് ഭാഗം വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ക്രോച്ചിൻ്റെ ഭാഗമേ ആദ്യം ക്രോച്ചിൻ്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഫ്രണ്ടും ബാക്കും പ്രത്യേകമല്ല, ഒന്നിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. പെൻസിൽ ബോട്ടം തയ്ച്ചപ്പം രണ്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഈ ഭാഗവും കൂടെ, ക്രോച്ചിൻ്റെ ഈ ഭാഗവും കൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്രോച്ചിൻ്റെ ഈ രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് തുണി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കിതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. താഴത്തെ ഭാഗം മടക്കി തയ്ക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര വീതിയാണ് ഞാൻ ഇതിന് മടക്കാനിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കാം. ഇതുപോലെ ഒരു മടക്കിയിട്ട് ഇങ്ങനെയൊന്ന് മടക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ ഈ കാലിൻ്റെ ഈ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ വീതി ഇത്ര ഇട്ടിട്ടുണ്ട്.